അടിപൊളി ടേസ്റ്റിൽ ചെമ്മീൻ വരട്ടിയത് അല്ലേ കൊഞ്ചം മുളകിട്ടത് ഉണ്ടാക്കിയാലോ. എന്നാൽ വേഗം ബാ നമുക്ക് ഉണ്ടാക്കി കളയല്ലേ. നിങ്ങളെ നാട്ടിൽ ഇനെന്നാ പറയുക, കൊഞ്ചെന്നോ ചെമ്മീന്നോ? നിങ്ങളൊന്ന് കമൻറ്റിൽ പറയട്ടാ, നമുക്ക് നോക്കാലോ. എന്നാൽ വേഗം ബാ, നമ്മൾ കൊഞ്ചനെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ, തോലെല്ലാം എറിഞ്ഞിട്ട്. പിന്നെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ, 2 സ്പൂണ് വെളിച്ചെണ്ണ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ കേട്ടോ. വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി അതിൽ ഉലുവ നല്ലോണം മൂത്ത് വന്നാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, അങ്ങനെ അരിഞ്ഞു വെച്ച 2 തക്കാളിയും ഈ എണ്ണയിലിട്ട് നല്ലപോലെ മിക്സാക്കി ഇങ്ങെടുക്കണം കേട്ടോ. നല്ലോണം ഒടിഞ്ഞോട്ടെ നമ്മൾ തക്കാളി. അങ്ങനെ ഒടിഞ്ഞ് വന്ന തക്കാളിയിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച 6 വെളുത്തുള്ളിയില്ലേ, 6 അല്ലി വെളുത്തുള്ളി നല്ലോണം ചതച്ചതും, 2 അല്ലി നമ്മളെ പച്ചമുളക് ചതച്ചതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊടുത്ത്, പിന്നെ നമ്മളെ കരിയമ്പിൻ്റെ അപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം. നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ആ പച്ചമണമെല്ലാം നല്ലോണം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് 1 സ്പൂണ് മഞ്ഞപ്പൊടി, 1 സ്പൂൺ മഞ്ഞപ്പൊടിയും, പിന്നെ ഒരു 4 സ്പൂണ് നമ്മളെ കൊത്തമ്പാരിപ്പൊടി എന്നും പറയും, മല്ലിപ്പൊടി എന്നും പറയും. പിന്നെ നമുക്ക് വേണ്ടിയ മുളക് പൊടിയ ഒരു 3 സ്പൂണ് മുളക് പൊടി. എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറക്കുകയും ചെയ്താട്ടാ, അത് നിങ്ങൾക്ക് നോക്കി ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ പോർത്തി വെച്ചിരിക്കുന്ന പുളിയില്ലേ, അതായത് കുതിർക്കാൻ വെച്ച പുളി, അത് ഒരു ചെറിയ നാരങ്ങേൻ്റെ അത്ര നമ്മൾ പോർത്തി വെച്ച് കേട്ടാ. അത് 1 കപ്പ് വെള്ളത്തിൽ പോർത്തിയത്. ആ 1 കപ്പ് വെള്ളവും അതിനോടൊപ്പം ഒരു 1/2 കപ്പ് വെള്ളം പിന്നെയും പറഞ്ഞ് നല്ലോണം ഇളക്കി മിക്സാക്കി ഇങ്ങെടുക്കണേ നിങ്ങൾ. നല്ലോണം ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മൾ കഴുകി വെച്ച കൊഞ്ചനില്ലേ, ആ ചെമ്മീനൂട്ട് നല്ലപോലെ ഇളക്കി ഇങ്ങെടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് നോക്കി ഉപ്പ് ഇടുക, ഉപ്പ് ഒരിക്കലും കൂടറേ. പിന്നെ അതിലേക്ക് 1/2 കപ്പും കൂടി വെള്ളം പറഞ്ഞ് നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കണം. അഥവാ വെള്ളം പോലെയാണെങ്കിൽ ഒന്നും കൂടിയും ടൈറ്റ് ആണെങ്കിൽ ഒന്നും കൂടി ലൂസാക്കി കേട്ടാ. എന്നിട്ട് നല്ലോണം പതപ്പിച്ചിങ്ങെടുത്താൽ നമ്മളെ അടിപൊളി ടേസ്റ്റിലെ കൊഞ്ചൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നല്ലോണം കുറുകി വന്ന കൊഞ്ചൻ കറി സെറ്റ്.